നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകനും പ്രായോഗിക ബുദ്ധിശാലിയുമായ ആചാര്യ ചാണക്യനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിക്ക് സമൂഹത്തിലും കുടുംബത്തിലും എങ്ങനെ വിജയിക്കാമെന്ന് ചാണക്യനീതിയിലൂടെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്ത്രീകളെക്കുറിച്ചും ഒരു സ്ത്രീയുടെ ഭക്തി കുടുംബത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ളതാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബത്തെ സ്വർഗമാക്കാനും നരകമാക്കാനും സാധിക്കും. ഒരു സ്ത്രീയുടെ ഉള്ളിലെ ദൈവഭക്തിയും ഈശ്വര വിശ്വാസവും വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല, അത് ആ കുടുംബത്തിന്റെ തന്നെ ഭാഗ്യരേഖയാണ്. അങ്ങനെയുള്ള ദൈവഭക്തിയുള്ള ഒരു സ്ത്രീക്ക് അവരറിയാതെ തന്നെ ജീവിതത്തിൽ ലഭിക്കുന്ന 10 അത്ഭുതകരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചാണക്യൻ വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ആ 10 രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ വിശദമായി മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, കുടുംബത്തിൽ ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും. എവിടെയാണോ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് അവിടെ ദൈവങ്ങൾ വസിക്കുന്നു. ഇതിനൊപ്പം ചാണക്യൻ ചേർത്തു പറയുന്ന മറ്റൊന്നുണ്ട്. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ വസിക്കുന്ന ഭവനത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. രാവിലെയും വൈകുന്നേരവും ഈശ്വര ചിന്തയോടെ വിളക്കു തെളിയിക്കുന്ന സ്ത്രീ ആ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. ഐശ്വര്യം എന്നത് കേവലം പണം മാത്രമല്ല, ഉള്ളതുകൊണ്ട് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. ഭക്തിയുള്ള ഒരു സ്ത്രീയിലൂടെ ലക്ഷ്മി ദേവി ആ വീടിന് അനുഗ്രഹം നൽകുന്നു. രണ്ടാമത്തെ പോയിന്റ്, പ്രതിസന്ധികളെ നേരിടാനുള്ള മാനസിക ധൈര്യം. ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ഉയർച്ചയും താഴ്ചയും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ചാണക്യൻ നിരീക്ഷിക്കുന്നത് ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും തകർന്നു പോകും എന്നാണ്. എന്നാൽ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും അതിനെ എല്ലാം ശാന്തമായി നേരിടാനുള്ള ആത്മവിശ്വാസവും മാനസിക ധൈര്യവും ലഭിക്കുന്നു. എന്റെ കൂടെ ഭഗവാനുണ്ട്, ഈ പ്രതിസന്ധിയും കടന്നു പോകും എന്ന ഉറച്ച വിശ്വാസം അവർക്ക് മാനസികമായ ഒരു വലിയ കവചം തീർക്കുന്നു. ഈ ധൈര്യമാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. മൂന്നാമത്തെ അത്ഭുതം, വീടിന് ചുറ്റും പോസിറ്റീവ് ഊർജത്തിന്റെ സംരക്ഷണം. നമ്മുടെ വീടുകളിൽ പലപ്പോഴും അകാരണമായ കലഹങ്ങളും അശാന്തിയും ഉണ്ടാകാറുണ്ട്. ഇതിന് കാരണം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് ഊർജമായിരിക്കാം. ഭക്തിയുള്ള സ്ത്രീകൾ ദിവസവും നാമജപങ്ങൾ നടത്തുമ്പോഴും മന്ത്രങ്ങൾ ഉരുവിടുമ്പോഴും ആ ശബ്ദ തരംഗങ്ങൾ വീടിന്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്ന കാര്യമാണ് മന്ത്രോച്ചാരണങ്ങളുടെ പോസിറ്റീവ് പ്രകമ്പനങ്ങൾ. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഭക്തിയിലൂടെ ഉണ്ടാകുന്ന ഈ പോസിറ്റീവ് ഊർജം വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ മനസ്സിലെ ദേഷ്യവും വിഷാദവും അകറ്റി അവിടെ സന്തോഷം നിലനിർത്താൻ സഹായിക്കുന്നു. 4, ഭർത്താവിന്റെയും മക്കളുടെയും വിജയം. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചാണക്യൻ അത് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നു. ആ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ഭർത്താവിന്റെയും മക്കളുടെയും ഭാഗ്യം മാറ്റിയെഴുതാൻ കഴിയും.
ഒരു സ്ത്രീ മനസ്സറിഞ്ഞ് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ഭർത്താവിൻ്റെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളെ നീക്കുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാതിരിക്കാനും ഈ പ്രാർത്ഥനകൾ ഒരു രക്ഷാകവചമായി മാറുന്നു. കുടുംബാംഗങ്ങളുടെ ദോഷങ്ങളെല്ലാം അകറ്റാൻ സ്ത്രീയുടെ ഭക്തിക്ക് സാധിക്കും. 5. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകം. കുടുംബജീവിതത്തിൽ പല നിർണായക തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. മക്കളുടെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും ഒരു തെറ്റായ തീരുമാനം കുടുംബത്തെ വലിയ നാശത്തിലേക്ക് നയിച്ചേക്കാം. ഭക്തിയുള്ള ഒരു മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. ശരിയായ ചിന്തകൾ മാത്രമേ ശാന്തമായ മനസ്സിൽ ഉദിക്കൂ. ദൈവചിന്തയുള്ള സ്ത്രീകൾക്ക് ഏത് സങ്കീർണമായ സാഹചര്യത്തിലും പരിഭ്രാന്തരാകാതെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിശക്തിയും വിവേകവും ഈശ്വരാനുഗ്രഹത്താൽ ലഭിക്കുമെന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. 6. മക്കളിൽ ഉത്തമമായ സംസ്കാരം വളരുന്നു. ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു അമ്മയാണ്. അമ്മയുടെ സ്വഭാവവും ശീലങ്ങളുമാണ് കുട്ടി ജീവിതത്തിൽ പകർത്തി എഴുതുന്നത്. ചാണക്യൻ പറയുന്നത് ഭക്തിയുള്ള ഒരു അമ്മയുടെ തണലിൽ വളരുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല. അമ്മയുടെ പ്രാർത്ഥനയും ഈശ്വര ഭയവും കാണുന്ന കുട്ടികളിൽ ചെറുപ്പം മുതലേ നല്ല സംസ്കാരം, മുതിർന്നവരോടുള്ള ബഹുമാനം, സഹജീവികളോട് കാരുണ്യം എന്നിവ താനേ വളർന്നു വരും. ഇന്നത്തെ കാലത്ത് മക്കൾ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ അമ്മമാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവരെ ഭക്തിയുടെയും നന്മയുടെയും വഴിയിലൂടെ നയിക്കുക എന്നതാണ്. 7. ശാരീരിക മാനസിക ആരോഗ്യവും ദീർഘായുസ്സും. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അമിതമായ മാനസിക സമ്മർദ്ദവും അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളുമാണ്. എന്നാൽ ഭക്തി എന്നത് ഒരു മികച്ച തെറാപ്പി കൂടിയാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിന് വലിയ ആശ്വാസം നൽകുന്നു. മാനസിക സമാധാനമുള്ളവരിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കുമെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നു. ചാണക്യന്റെ നീതിശാസ്ത്ര പ്രകാരം ഈശ്വര വിശ്വാസമുള്ള സ്ത്രീകൾക്ക് പ്രകൃതിദത്തമായി തന്നെ ദീർഘായുസ്സും നല്ല ആരോഗ്യവും ലഭിക്കുന്നു. 8. ശത്രുദോഷങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നുമുള്ള മോചനം. നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളുടെ അസൂയയും ദോഷക്കണ്ണുകളും നമ്മുടെ കുടുംബത്തെ ബാധിച്ചേക്കാം. ചാണക്യൻ പറയുന്നു, ഒരു സ്ത്രീയുടെ ആത്മാർത്ഥമായ ദൈവഭക്തിക്ക് മുന്നിൽ ഒരു ശത്രുവിന്റെ തന്ത്രങ്ങളും വിലപ്പോവില്ല. ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച ഒരു സ്ത്രീയുടെ കുടുംബത്തിന് നേരെ വരുന്ന ഏത് തരം ദോഷങ്ങളെയും ദൈവത്തിന്റെ അദൃശ്യമായ കൈകൾ തടഞ്ഞു നിർത്തും. വീടിന് നേരെ വരുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും തകർക്കാൻ ഈ ഭക്തിക്ക് ശക്തിയുണ്ട്. 9. കുടുംബ ബന്ധങ്ങളിൽ ദൃഢതയും വിട്ടുവീഴ്ച മനോഭാവവും. ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബങ്ങൾ തകരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇവിടെയാണ് ചാണക്യന്റെ ഈ വചനം പ്രസക്തമാകുന്നത്. ഭക്തി ഒരു വ്യക്തിയിൽ ക്ഷമയും ദയയും വിനയവും വളർത്തുന്നു. ദൈവഭക്തിയുള്ള ഒരു സ്ത്രീക്ക് ഈ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പിണക്കങ്ങളെ സ്നേഹത്തോടെ പരിഹരിക്കാൻ അവർക്ക് കഴിയും. അഹങ്കാരം മാറ്റി നിർത്തി
കുടുംബത്തിന്റെ നന്മയ്ക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മനസ്സ് അവർക്കുണ്ടാകും. ഇത് ഭർത്താവുമായുള്ള ബന്ധവും മറ്റു കുടുംബാംഗങ്ങളുമായുള്ള ബന്ധവും കൂടുതൽ ദൃഢമാക്കുന്നു. 10. പ്രാർത്ഥനകളുടെ സഫലീകരണം അഥവാ ആഗ്രഹസിദ്ധി. അവസാനമായി ചാണക്യൻ പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്: ഒരു സ്ത്രീയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലാതെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും. അവരുടെ മനസ്സിൽ വിചാരിക്കുന്ന ന്യായമായ ആഗ്രഹങ്ങൾ അത് എത്ര കഠിനമാണെങ്കിലും തക്ക സമയത്ത് അവരിലേക്ക് വന്നു ചേരും. പ്രാർത്ഥനയ്ക്ക് കല്ലിനെ പോലും അലിയിക്കാൻ ശക്തിയുണ്ടെന്നാണ് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യൻ പറഞ്ഞ ഈ 10 അത്ഭുതങ്ങൾ കേവലം വാക്കുകളല്ല. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ജീവിക്കുന്ന ഏതൊരു സ്ത്രീക്കും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഭക്തി എന്നത് ആചാരങ്ങളിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും നന്മയായി നിറയേണ്ട ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ അത്ഭുതങ്ങളിൽ ഏതെങ്കിലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അത് മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയവും ജീവിത വിജയത്തിന് സഹായിക്കുന്നതുമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.